ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നേക്കുന്നത്. കേരള PSC ഉൾപ്പെടെ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും കറണ്ട് അഫയേഴ്സ് മസ്റ്റാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് അവയെന്ന് നോക്കാം. ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവ് 2025 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ആർക്ക്? വൈരമുത്തു. 2026 മാർച്ചിൽ ഇന്ത്യ ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ ഇടപാട് നടത്തിയത് ഏത് രാജ്യവുമായി ആണ്? ഇന്തോനേഷ്യ. വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണ സന്ദേശവുമായി കർത്തവ്യപഥിൽ സംഘടിപ്പിക്കുന്ന പദയാത്ര ശക്തി വോക്ക്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി നിർഭയ നിശ. ഇന്ത്യൻ കർഷകർക്കായി അഗ്രികൾച്ചർ മോണിറ്ററിംഗ് ആൻഡ് ഇവന്റ് ഡിറ്റക്ഷൻ API ആരംഭിച്ച സംഘടന ഏത്? ഗൂഗിൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഇന്ത്യ കൊച്ചിയിൽ അഭയം നൽകിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS ലാവൻ. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിൻ്റൻ്റെ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ആർക്കാണ് ഇന്ത്യയിൽ വെള്ളി മെഡൽ കിട്ടിയത്? ലക്ഷ്മി സെൻ. നാവികസേനയ്ക്ക് വേണ്ടി ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന കരയിൽ നിന്ന് ആകാശത്തേക്ക് പ്രഹരിക്കാൻ കഴിവുള്ള ഹ്രസ്വദൂര മിസൈൽ ഷിൽ മിസൈൽ. 2025-26 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഏത് സംസ്ഥാനത്ത് നിന്ന്? ജമ്മു കാശ്മീർ. ഇന്ത്യയുടെ പ്രോജക്റ്റ് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി 2026 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്തു നിന്നാണ് 8 ചീറ്റകളെ എത്തിച്ചത്? ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്ന്. ലോക വന്യജീവി ദിനമായ മാർച്ച് 3, 2026 പ്രമേയം എന്താണ്? ഔഷധ സുഗന്ധ സസ്യങ്ങൾ ആരോഗ്യവും പൈതൃകവും ഉപജീവനവും സംരക്ഷിക്കുന്നു. 2026 ലോക ക്ഷയരോഗ ദിനത്തിലെ പ്രമേയം അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കുവാൻ കഴിയും, രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ, ജനങ്ങളുടെ ശക്തിയാൽ. 2026 അന്താരാഷ്ട്ര വനദിനത്തിലെ പ്രമേയം വനങ്ങളും സമ്പദ് വ്യവസ്ഥയും. 2026 ഫെബ്രുവരിയിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത പശ്ചിമതീര കനാൽ പദ്ധതിയുടെ ആദ്യഘട്ട ജലപാത ആക്കുളം മുതൽ ചേറ്റുവ വരെ. ആക്കുളം തിരുവനന്തപുരം, ചേറ്റുവ തൃശ്ശൂർ. വിമാനയാത്രക്കാർക്ക് 10 രൂപയ്ക്ക് ചായയും 20 രൂപയുടെ സ്നാക്സും ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ ഉഡാൻ കഫേ ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം വിമാനത്താവളത്തിൽ. മികച്ച നടനുള്ള ക്രിട്ടിക്സ് പുരസ്കാരം കിട്ടിയത് ആർക്കൊക്കെ? ആസിഫ് അലി, പൃഥ്വിരാജ്. മികച്ച ചിത്രം കിഷ്കിന്ധ കാണ്ഡം.